ഡെയിലി മിറർ എന്നുള്ള ഈ പ്രോഗ്രാമിലേക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ശാലോം ടെലിവിഷൻ്റെ ഈ വലിയ ശുശ്രൂഷ നിങ്ങൾക്ക് ആധ്യാത്മികമായിട്ടുള്ള ഉന്നമനത്തിന്, പുരോഗതിക്ക് കാരണമാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങൾ, അതിൻ്റെ അധ്വാനങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടാകുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഫലവത്തായി തീരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമൊക്കെ ഇത് ഉപകരിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ഇന്നത്തെ പരിചിന്തനത്തിനായിട്ട് വിശുദ്ധ യാക്കോബ് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. എൻ്റെ സഹോദരരെ, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തിയില്ലാതിരിക്കുകയും ചെയ്യുന്നവന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഒരു സഹോദരനോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്ത് പ്രയോജനം? പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. വീണ്ടും യാക്കോബ് പറഞ്ഞു പോവുകയാണ് 18-ാം വാക്യം മുതൽ. എന്നാൽ ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞേക്കാം, നിനക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പ്രവൃത്തികളുമുണ്ട്. പ്രവൃത്തികൾ കൂടാതെയുള്ള നിൻ്റെ വിശ്വാസം എന്നെ കാണിക്കുക, ഞാൻ എൻ്റെ പ്രവൃത്തികൾ വഴി എൻ്റെ വിശ്വാസം നിന്നെ കാണിക്കാം. ദൈവം ഏകനാണെന്നും നീ വിശ്വസിക്കുന്നു, അത് നല്ലത് തന്നെ. പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. മൂഢനായ മനുഷ്യ, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം ഫലരഹിതമാണെന്ന് നിനക്ക് തെളിയിച്ചു തരേണ്ടതുണ്ടോ? നമ്മുടെ പിതാവായ അബ്രാഹാം നീതീകരിക്കപ്പെട്ടത് തൻ്റെ പുത്രനായ ഇസഹാക്കിനെ യാഗപീഠത്തിന്മേൽ ബലിയർപ്പിച്ചത് വഴിയല്ലേ? അവൻ്റെ വിശ്വാസം അവൻ്റെ പ്രവൃത്തികളെ സഹായിച്ചുവെന്നും വിശ്വാസം പ്രവൃത്തികളാൽ പൂർണ്ണമാക്കപ്പെട്ടുവെന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. അബ്രാഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന തിരുവെഴുത്ത് നിറവേറി. അവൻ ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങളറിയുന്നു. റാഹാബ് എന്ന വേശ്യ ദൗത്യവാഹകരെ സ്വീകരിക്കുകയും അവരെ മറ്റൊരു വഴിക്ക് പുറത്തയക്കുകയും ചെയ്ത പ്രവൃത്തികൾ മൂലമല്ലേ നീതീകരിക്കപ്പെട്ടത്? ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ്. ഇത് ഈ കത്തോലിക്ക വിശ്വാസവും മറ്റ് ചില നവീകരണ സഭാവിഭാഗങ്ങളുമായിട്ടുള്ള വിശ്വാസവും തമ്മിൽ ഇക്കാര്യത്തിൽ ഏറെ അന്തരമുണ്ട്. അവർ പറയുന്നത് വിശ്വാസം അധരം കൊണ്ട് ഏറ്റുപറഞ്ഞാൽ മതി. അധരം കൊണ്ട് ഏറ്റുപറയുന്നവനല്ലാതെ ആരാണ് രക്ഷ പ്രാപിക്കുക? വചനം അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത് ഈ വചനം മാത്രം മതി, അത് വിശ്വസിച്ചാൽ മതി, ഏറ്റുപറഞ്ഞാൽ മതി, യേശു എൻ്റെ രക്ഷകനാണെന്ന്. പക്ഷേ നമ്മുടെ നിലപാട് അങ്ങനെയല്ല. ഇവിടെ യാക്കോബ് ശ്ലീഹായുടെ നിലപാട് തന്നെയാണത് നമ്മൾ വിശ്വസിക്കുന്നത്. പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. അതുപോലെ തന്നെ ആത്മാവില്ലാത്ത ശരീരം മൃതമായിരിക്കുന്നത് പോലെ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസവും മൃതമാണ്. ആത്മാവില്ലാത്ത ശരീരത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക. 1, 2, 3 ദിവസം ഇരിക്കും അത് കഴിയുമ്പോൾ അത് ചീഞ്ഞഴുകി മണ്ണോട് മണ്ണായിത്തീരും. ഇതുപോലെ തന്നെയാണെന്നാണ് പറയുന്നത്. നമ്മുടെ വിശ്വാസം യഥാർത്ഥത്തിൽ പ്രവൃത്തികളില്ലാത്തതാണെങ്കിൽ, ആ വിശ്വാസത്തിനനുസരിച്ചുള്ള പ്രവൃത്തികളില്ലാത്തതാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഏതാനും നാൾ കൊണ്ട് ഇല്ലാത്തതായിത്തീരും. വിശ്വാസമില്ലാത്തതിന് തുല്യമായിത്തീരും. ഇവിടെ യാക്കോബ് ശ്ലീഹ പറയുകയാണ്, ദൈവം ഏകനാണെന്ന് നീ വിശ്വസിക്കുന്നു, നല്ല കാര്യം. അതുകൊണ്ട് നിനക്ക് വിശ്വാസമുണ്ടായോ? ഇല്ല. അത് പിശാചും വിശ്വസിക്കുന്നില്ലേ? അതൊരു വസ്തുത മാത്രമാണ്. ഒരു വസ്തുത വിശ്വസിക്കലല്ല യഥാർത്ഥമുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തെല്ലാം കാര്യം നമുക്കറിയാം, ഒരുപാട് കാര്യങ്ങളാണ്. പിശാചുണ്ട് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമ്മൾ പിശാചിൽ വിശ്വസിക്കുന്നുണ്ടോ? പിശാചിൽ എന്ന് പറഞ്ഞ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അവനാണ് എൻ്റെ സംരക്ഷകൻ, അവനിലാണ് എൻ്റെ ആശ്രയം എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ് ആ വിശ്വാസം എന്ന് പറയുന്നത്.
അല്ലാതെ പിശാചുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് പിശാചിൽ ആർക്കും വിശ്വാസം ഉണ്ടാകണമെന്നില്ല. ഇതുപോലെ തന്നെ ദൈവം ഏകനാണെന്നും ഉണ്ടെന്നുമൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ദൈവവിശ്വാസി ആകണമെന്നില്ല, വിശ്വാസം ഉണ്ടാകണമെന്നില്ല. നേരെ മറിച്ച് ആ വിശ്വാസം ദൈവത്തിൻ്റെ വഴികൾ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്, ആ ദൈവത്തിൻ്റെ വഴി എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ആ വിശ്വാസത്തിന് അർത്ഥമുണ്ടാവുക. അവിടെ പ്രവൃത്തി വേണം. പ്രവൃത്തി ഇല്ലാതെ ആ വഴികൾ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പറ്റില്ല. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അതിന് ഉദാഹരണമാണ് ആദ്യം പറയുന്നത്. എൻ്റെ സഹോദരി, വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തി ഇല്ലാതിരിക്കുകയും ചെയ്യുന്നതിന് എന്ത് മേന്മയാണുള്ളത്? ഈ വിശ്വാസത്തിന് അവനെ രക്ഷിക്കാൻ കഴിയുമോ? ഇല്ല, കഴിയില്ല എന്ന് അബ്രാഹത്തിൻ്റെ ഉദാഹരണത്തിലൂടെ പറയുകയാണ്. അബ്രാഹം നമ്മുടെ എല്ലാം പിതാവാണ്, വിശ്വാസത്തിലുള്ള പിതാവ്. അബ്രാഹം ഒരു തിരഞ്ഞെടുപ്പിന് മുമ്പ്, കർത്താവ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഗോത്രത്തിൻ്റെ തലവനായിട്ട് കഴിയുകയായിരുന്നു. 100 വയസ്സായി. അബ്രാഹത്തോടൊരു ദിവസം ദൈവത്തിൻ്റെ ദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, അടുത്ത വർഷം ഞങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ നിൻ്റെ ഭാര്യ സാറ പ്രസവിച്ച് ഒരാൺകുട്ടിയെ പ്രസവിച്ച് നീ സന്താന ഭാഗ്യമുള്ളവനായിത്തീരും. അബ്രാഹത്തിന് ചിരി വന്നു, സാറായ്ക്ക് ചിരി വന്നു. പക്ഷേ സംഭവിച്ചു. ഇനി അതിലും കഠിനം എന്താണ്? അബ്രാഹാം അതൊക്കെ വിശ്വസിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നീ നിൻ്റെ ജനത്തെയും നിൻ്റെ നാടിനെയും ഗോത്രത്തെയും എല്ലാം വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഇനി മുതൽ നീയാണ് എൻ്റെ സുരക്ഷിതത്വം. അതും അബ്രാഹാം വിശ്വസിച്ച് പോവുകയാണ്. പക്ഷേ അവിടെ കൊണ്ടും തീർന്നില്ല. സ്വന്തം മകനെ, ഈ ഏകമകനെ, ഈ 100 വയസ്സായപ്പോൾ കിട്ടിയ മകനെ ബലിയർപ്പിക്കാൻ കൊല്ലാനായിട്ട് ദൈവം ആവശ്യപ്പെടുകയാണ്. അബ്രാഹാം എന്ത് ചിന്തിച്ച് കാണും? അതും അബ്രാഹാം വിശ്വസിച്ചു, ചെയ്യാൻ തയ്യാറായി. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, യാക്കോബ് ശ്ലീഹ പറയുന്നത്, അബ്രാഹാം നീതീകരിക്കപ്പെട്ടത്, അതായത് അബ്രാഹത്തെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണ്? ദൈവമുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ടല്ല, ദൈവം ഏകനാണ് എന്ന് വിശ്വസിച്ചത് കൊണ്ടുമല്ല, ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ചത് കൊണ്ടാണ്, അത് ചെയ്യാൻ തയ്യാറായത് കൊണ്ടാണ്. ആദ്യമായിട്ട് തന്നെ ഒരു പുത്രനെ കൊടുക്കും, അത് വിശ്വസിച്ചു, കിട്ടി, ആ പുത്രനെ വളർത്തി. പിന്നീട് നാടും വീടും എല്ലാം വിട്ടു പോകാൻ പറയുന്നു, വിട്ടുപോയി. പിന്നീട് പറയുന്ന ഏകമകനെ നീ ബലിയർപ്പിക്കണം, കൊല്ലണം, അതും ചെയ്യാൻ തയ്യാറാണ്. ചുരുക്കത്തിൽ ഈ പ്രവൃത്തികൾ കൊണ്ടാണ് അബ്രാഹാം നീതീകരിക്കപ്പെട്ടത്. നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞ അർത്ഥം, അതിനെന്താണ് അർത്ഥം? അത് മറ്റൊന്നുമല്ല, ദൈവത്തിൻ്റെ ആ നിലയിലേക്ക് ഉയരുക, അല്ലെങ്കിൽ അതുപോലെ വിശുദ്ധിയുള്ള വ്യക്തിയായി തീരുക എന്നാണ് അതിനർത്ഥം. മറ്റൊന്നുമല്ല, ജസ്റ്റിഫിക്കേഷൻ, റൈച്ചസ്നെസ് എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയുന്നത്, റൈച്ചസ്നെസ്. അതിനർത്ഥം ഇതാണ്, ആ ദൈവത്തിൻ്റെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുക, വിശുദ്ധരായിത്തീരുക എന്നൊക്കെയാണ്. അങ്ങനെ അതുകൊണ്ടാണ് അബ്രാഹാം അങ്ങനെ ആയിത്തീർന്നത്, ദൈവത്തിൻ്റെ സ്നേഹിതനായിട്ട് അറിയപ്പെട്ടത്. അതുകൊണ്ട് വിശ്വാസമുണ്ടെങ്കിലും അത് വെറും വസ്തുതകളിലുള്ള വിശ്വാസമായിട്ട് അവശേഷിക്കും, പ്രവൃത്തികൾ ഇല്ലെങ്കിൽ, അതിന് ആനുപാതികമായ പ്രവൃത്തികൾ ഇല്ലെങ്കിൽ. നമുക്കറിയാം, പലപ്പോഴും ആശുപത്രികളിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചവർ, അല്ലെ കോമയിലുള്ളവരെന്നൊക്കെ പറയും. ഇവർക്ക് ജീവനുണ്ട്, അതേ സമയത്ത് ആ ജീവന് ആനുപാതികമായിട്ടുള്ള ഒരു പ്രവൃത്തി അവരുടെ ജീവിതത്തിലില്ല. അതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? ഈ വ്യക്തി ഇങ്ങനെ കിടക്കുന്നു, പക്ഷേ അത് മനുഷ്യ ജീവനാണ്, അതിനെ നമുക്ക് കളയാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മളതിനെ സംരക്ഷിക്കുന്നു. അപ്പോൾ ഈ ദൈവവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ വെറുതെയുള്ളൊരു ജീവിതമല്ലത്, വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് ജീവിക്കലല്ലത്. പ്രത്യേക വിശ്വാസം പ്രവൃത്തിയിലേക്ക് തർജ്ജമ ചെയ്യപ്പെടണം, പ്രവൃത്തിയിലേക്ക് തർജ്ജമ ചെയ്യപ്പെടണം. അങ്ങനെ തർജ്ജമ ചെയ്യപ്പെടുമ്പോഴാണ് അത് യഥാർത്ഥത്തിൽ വിശ്വാസമായി തീരുക. അപ്പോൾ നമുക്ക് എന്ത് മേന്മയാണുള്ളത് ഈ പ്രവൃത്തിയില്ലെങ്കിൽ? വെറും വിശ്വാസത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയുമോ? ഇല്ല. അബ്രാഹത്തെ രക്ഷിച്ചത് അദ്ദേഹത്തിൻ്റെ വിശ്വാസവും പ്രവൃത്തികളുമാണ്. ഇതുപോലെ നമ്മളെ രക്ഷിക്കാൻ പോകുന്നത് നമ്മളുടെ വിശ്വാസവും പ്രവൃത്തിയും ഒന്നു ചേർന്ന ആ ഒരു പ്രതിഭാസമാണ്. കേവലം കർത്താവിനെ ഏറ്റുപറഞ്ഞതുകൊണ്ട് മാത്രം കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിക്കുന്നവരല്ല, പ്രത്യുത എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യർ. ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർ. കർത്താവ് ഈ ലോകത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതൊക്കെ തന്നെയാണ് നമ്മളോടും ചെയ്യാനായിട്ട് ആവശ്യപ്പെടുന്നത്. അതൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ വിശ്വാസം സജീവമാണ് എന്ന് പറയാൻ കഴിയുക, യഥാർത്ഥമാണ് എന്ന് പറയുവാനായിട്ട് സാധിക്കുക. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു സഹോദരനെയോ സഹോദരിയോ ആവശ്യത്തിന് വസ്ത്രമോ ഭക്ഷണമോ ഇല്ലാതെ കഴിയുമ്പോൾ
നിങ്ങളിൽ ആരെങ്കിലും ശരീരത്തിന് ആവശ്യമായത് അവർക്ക് കൊടുക്കാതെ സമാധാനത്തിൽ പോവുക, തീ കായുക, വിശപ്പടക്കുക എന്നൊക്കെ അവരോട് പറയുന്നെങ്കിൽ അതുകൊണ്ട് എന്താ പ്രയോജനമുള്ളത്? നമുക്ക് തത്വങ്ങൾ പറയാൻ കഴിയും, പക്ഷേ പ്രയോഗത്തിൽ എന്താണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുക? ഈ തത്വത്തിനപ്പുറത്തേക്ക് കടന്നിട്ട്, തത്വം എല്ലാവർക്കും അറിയാം, അതേ സമയത്ത് ഈ പ്രവൃത്തി പദത്തിലേക്ക് വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് കഴിയും. നമ്മളുടെ കുടുംബങ്ങളിലും നമ്മുടെ സന്യാസ സമൂഹങ്ങളിലും നമ്മുടെ രൂപതകളിലും ഒക്കെയുള്ള ആഘോഷങ്ങൾ നമുക്ക് കുറയ്ക്കാൻ കഴിയും. അവിടെ നമുക്ക് ഒന്നിനെ പലതായിട്ട് തിരിക്കാമല്ലോ. ഒന്ന്, പലതരത്തിലൊരു കാര്യത്തെ തിരിക്കാം നമുക്ക്. ഒന്ന് അത്യാവശ്യം, പിന്നെ ഒന്ന് ആവശ്യം, പിന്നെ ഒന്ന് ഉപകാരപ്രദം, പിന്നെ ഒന്ന് അനാവശ്യം. ഇങ്ങനെയൊക്കെ പലതരത്തിൽ തിരിക്കാൻ പറ്റും. നമ്മളുടെ ആവശ്യങ്ങൾ എന്താണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ഈ രീതിയിലൊന്ന് തിരിക്കുകയാണെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് അത്യാവശ്യങ്ങളായിട്ടുള്ളത്? അത്യാവശ്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അത്യാവശ്യങ്ങളായിരിക്കും, അത് നമ്മൾ നിർവഹിക്കണം. അതുപോലെ തന്നെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതില്ലാതെ നമുക്ക് കഴിച്ചു കൂട്ടാം, എങ്കിലും അതൊരാവശ്യമാണ്. അപ്പോൾ ആ ആവശ്യങ്ങൾ ഒരു പരിധിവരെ നമ്മൾ ചെയ്യണം, അതേ സമയത്ത് ഉപേക്ഷിക്കാവുന്നതിന് ഉപേക്ഷിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ, പ്രയോജനപ്രദമായത് ചിലത്, ഇപ്പോൾ നമ്മുടെ പള്ളി എന്താണ്, അത് ചോരുന്നുണ്ട്, നന്നാക്കിയ ഉപകാരപ്രദം, പക്ഷേ ഇപ്പോൾ അത് പൊളിച്ചു പണിതില്ലെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ തന്നെ ആഡംബരം, ഉപകാരപ്രദം കഴിഞ്ഞ് ആഡംബരമുണ്ട്. അതായത് ഒരു പള്ളി മനോഹരമായ പള്ളിയാണ്, പക്ഷേ ഒരാൾക്ക് തോന്നുകയാണ് അതിന് ഭംഗി കുറവാണ്. ഉടനെ തന്നെ അത് അതിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ തുടങ്ങാം. വീണ്ടുമുള്ളതാണ് അനാവശ്യം എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഓരോന്നിനെ എടുത്തൊന്ന് അപഗ്രഥിച്ച് നോക്കുക. ഇതെനിക്ക് അത്യാവശ്യമാണോ? ഇതെനിക്ക് ആവശ്യമാണോ? ഉപകാരപ്രദമാണോ? ആഡംബരമാണോ? അനാവശ്യമാണോ? ആഡംബരവും അനാവശ്യവും നമുക്ക് നല്ലൊരു ശതമാനം ഒഴിവാക്കേണ്ടത് തന്നെയാണ്. ആ അനാവശ്യമായതും ആഡംബരമായതുമൊക്കെ ആയ കാര്യങ്ങൾ, അതാണ് നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ ഉപയോഗിക്കാൻ നമുക്ക് പറ്റുക. അതുപോലെ ഒരു പരിധിവരെയെങ്കിലും പ്രയോജനപ്രദമാണെങ്കിലും അതെല്ലാം നമ്മൾ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. എത്രയോ കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്രദമായിരിക്കും, പക്ഷേ അതെല്ലാം ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിലെ ഏതൊരു കാര്യത്തെ ഈ കാറ്റഗറികളിൽ, ഇതിനകത്ത് ഈ വിഭാഗങ്ങളിൽ പെടുത്താനായിട്ട് കഴിയും. അങ്ങനെ ഓരോന്നിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ സഹോദരരെ സഹായിക്കാൻ വലിയ പ്രയാസമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് 10 ജോഡി ഡ്രസ്സ് വേണോ? അത് 9 ആയാൽ പോരെ. ഒരു ജോഡി നമുക്ക് അയൽവക്കത്തുള്ള നമ്മുടെ കുട്ടിക്ക് കൊടുക്കാം. ഈ അടുത്ത കാലത്തായിട്ട് മാനന്തവാടി കത്തീഡ്രൽ പള്ളി വെഞ്ചരിച്ചു. അവർ ആ പള്ളി വെഞ്ചരിച്ചതിനോടൊപ്പം തന്നെ, പണിതിനോടൊപ്പം തന്നെ അവരുടെ ഇടവകയിൽ 17 കുടുംബങ്ങൾക്ക് ഭാഗികമായിട്ടോ മുഴുവനായിട്ടോ വീട് വെക്കാനായിട്ട് പണം കൊടുത്തു. അവർ പള്ളി പണിതു, അതോടൊപ്പം തന്നെ ഇതും ചെയ്തു. പരമാവധി അവർ പള്ളി പണിയിലൊക്കെ കുറച്ചു. ഇനി അത് മാത്രമല്ല, അവർ ചെയ്തത് ഈ 17 വീട്ടുകാരും ആരാണ് എന്ന് പരസ്യമാക്കിയിട്ടില്ല. അതവരുടെ വാർഡുകാർക്കറിയാം, പക്ഷേ പരസ്യമായിട്ട് ഒരിടത്തും പറഞ്ഞിട്ടില്ല. താക്കോൽ ദാനമോ ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണ്? ഈ ആവശ്യക്കാരൻ നമ്മൾ കൊടുക്കുമ്പോഴത് അവനെ അപമാനിക്കുന്ന രീതിയിലാകരുത്. അത് നമുക്ക് പേര് കിട്ടാൻ വേണ്ടിയിട്ടല്ല. പലപ്പോഴും നമുക്ക് ഒരു വീട്ടിലുകാർക്ക് ഒരു ആടിനെ കൊടുക്കുമ്പോൾ വലിയ ആഘോഷമായിട്ട് ഈ വീട്ടുകാർ ആടിനെ പിടിച്ച്, കയറെ പിടിച്ച്, ആടിനെയും കുഞ്ഞിനെയും കൂടെ കയറെ പിടിച്ച് നിൽക്കുന്നു. അതിങ്ങനെ അവർ മറ്റുള്ളവരെല്ലാം ഫോട്ടോ എടുക്കുന്നു, എല്ലാവരും കൈയടിക്കുന്നു. വാസ്തവത്തിൽ ആടിനെ കിട്ടുന്ന ആളുകൾക്ക് എന്തോ ഒരു ഹ്യൂമിലിയേഷൻ ആയിരിക്കാം. അത് എല്ലാവർക്കും ആയിരിക്കണമെന്നില്ല, എങ്കിൽ പോലും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ പോലും അല്പം കൂടി വ്യത്യസ്തമായ രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ചിലർ പറയും അങ്ങനെയൊക്കെ കൊടുത്താൽ എല്ലാവരും അറിയുകയുള്ളൂ, അപ്പോൾ എല്ലാവരും അറിയണം. വേറൊരു കൂട്ടർ അല്ലാതെ അവരെ അവമാനിക്കുന്നതാണ്. ഏതായാലും നമുക്കൊരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരല്പം കൂടി ഒരു കാര്യങ്ങൾ കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യുവാനായിട്ട് കഴിയുക. പ്രവൃത്തികളാണെങ്കിലും അതെന്തിനു വേണ്ടിയിട്ടാണ് പ്രവൃത്തി ചെയ്യുന്നത്? നമ്മൾക്ക് വേണ്ടിയിട്ടാണോ അതോ കിട്ടുന്നവർക്ക് വേണ്ടിയിട്ടാണോ? നമ്മൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ പേര് വർദ്ധിപ്പിക്കാനല്ല, നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. നമ്മളത് ചെയ്യുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്. അത് നമുക്ക് പേര് കിട്ടാനൊന്നുമല്ല. ഇതില്ലാതെ കത്തോലിക്ക വിശ്വാസമില്ല, ക്രൈസ്തവ വിശ്വാസമില്ല. ഈ പ്രവൃത്തിയില്ലാതെ, അതില്ലാതെ ക്രൈസ്തവ വിശ്വാസം നിർജീവമാണ്. അതുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ആ ക്രൈസ്തവ വിശ്വാസം
സജീവമാക്കി നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി അത് വലിയ കൊട്ടിഘോഷിച്ച് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യേണ്ടതുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ പലർക്കും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായെന്നവരെ എനിക്കറിയാം. പക്ഷേ അതങ്ങനെയാണ്. നമ്മൾ അനുവർത്തിച്ച് വന്ന ഒരു ശീലത്തിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളാണത്. നമുക്കറിയാം, പലപ്പോഴും ഈ ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഉത്ഭവിക്കുന്നത് ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നിന്നാണ്. ആ പശ്ചാത്തലത്തിന് ഇന്നൊരു പക്ഷേ പ്രസക്തിയില്ലായിരിക്കാം. അമേരിക്കയിലൊക്കെ ചെല്ലുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെ മീറ്റിങ്ങുകളൊക്കെ നടക്കുമ്പോൾ അവിടെ ഒരു സ്വാഗതവുമില്ല, നന്ദി പറച്ചിലും ഒന്നുമില്ല. അവരെന്താണ് ചെയ്യുന്നത്? ഒരു ആങ്കർ ഉണ്ടാകും. അയാൾ ഒരു 3-4 പേരുടെ പ്രസംഗിക്കാൻ പേരുണ്ടെങ്കിൽ അയാൾ പറയും, അയാൾ അനൗൺസ് ചെയ്യുന്നു, അയാളെ സ്വാഗതം ചെയ്യുന്നു, പ്രസംഗിച്ച് കഴിയുമ്പോൾ ഒരു 1-2 വാക്കിൽ നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇതേക്കുറിച്ച് ഒരിക്കലും ഞാൻ വായിക്കാനിടയായ ഒരു ലേഖനം, ഒരു ഇന്ത്യക്കാരൻ അവിടെ താമസിക്കുന്ന ആൾ എഴുതിയ ലേഖനമാണ്. നമ്മൾ എങ്ങനെയാണ് ഈ സമയം പോലും വേസ്റ്റാക്കി കളയുന്നത്, പാഴാക്കി കളയുന്നത്. എത്രയോ സമയമാണ് നമ്മൾ പാഴാക്കി കളയുന്നത്. കാരണം നമ്മൾക്ക് ഈ ഒരു വലിയൊരു ആഗ്രഹമുണ്ട് എപ്പോഴും ഇങ്ങനെ ഈ നമ്മുടെ പേര് വർദ്ധിപ്പിക്കാൻ, നമ്മുടെ പേരെല്ലാവരും പറയാൻ, എല്ലാവരും അറിയാനായിട്ട് നമ്മൾ പറയുന്നത് പ്രോത്സാഹനമാണ് എന്ന്. പ്രോത്സാഹനം കൊടുക്കണം തീർച്ചയായിട്ടും. അതേ സമയത്ത് തന്നെ അതൊരു പൊങ്ങച്ചത്തിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോഴത് പ്രയോജനമില്ലാത്ത കാര്യമായി തീരും. നമ്മൾ ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യം പോലും ആത്യന്തികമായി ചിന്തിക്കുമ്പോൾ അത് നമ്മളുടെ തന്നെ പേര് വർദ്ധിപ്പിക്കാനുള്ള ഒന്നായിട്ട് രൂപാന്തരപ്പെടും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഈ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഞാൻ ചെയ്യുന്നു. അനാഥരെയും അതുപോലെ തന്നെ വിധവകളെയൊക്കെ ഞാൻ സംരക്ഷിക്കുന്നു, ആവശ്യമുള്ളവരെ സഹായിക്കുന്നു, ഏതൊരു മേഖലയിലും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ നമ്മുടെ വിശ്വാസം നമുക്ക് കാണാനും ജീവിക്കാനായിട്ടും കഴിയണം. വിശ്വാസം കേവലം ചില വസ്തുതകളിലുള്ള വിശ്വാസമല്ല, നേരെ മറിച്ചത് പ്രവൃത്തിയിലൂടെയുള്ള വിശ്വാസമാണ്. ഒരു മരത്തെ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? മരത്തിൻ്റെ ഫലത്തിൽ നിന്നാണ്. ഈ മരത്തിൻ്റെ ഫലത്തിൽ നിന്ന് തിരിച്ചറിയാൻ കഴിയണം. ഒരു മാവ്, ഈ മാവ് എങ്ങനെയാണ് മാവിനെ എങ്ങനെയാണ് തിരിച്ചറിയുക? മാവിനെ തിരിച്ചറിയുന്നത് അതിൻ്റെ തടിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. മാവിൻ്റെ തടിക്ക് വലിയ ബലമൊന്നുമില്ല. ബാക്കി ഇല എങ്ങനെയായിരിക്കുന്നത്, അതിന് ചെറിയ കമർപ്പുണ്ട്, അതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ മാങ്ങ അത് തിന്ന് നോക്കിയാൽ അറിയത്തുള്ളൂ. ഈ മാവിൻ്റെ നന്മ ഇരിക്കുന്നത് മാങ്ങായുടെ നന്മയിലാണ്, അതിൻ്റെ ഫലത്തിലാണ്. നല്ല മധുരമുള്ള മാമ്പഴമാണെങ്കിൽ അത് നല്ല മാവായിത്തീരും. അതിന് വലിയ പബ്ലിസിറ്റി ഒന്നും ആവശ്യമില്ല. അത് നല്ല മാങ്ങ ആയിത്തീരുന്നത് എന്തെങ്കിലും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല. ഇതുപോലെ തന്നെ നമ്മളിൽ നല്ല ഫലമുളവാകുന്നത്, നല്ല പ്രവൃത്തികളുണ്ടാകുന്നത് നമ്മൾ എന്തെങ്കിലും പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല. നേരെ മറിച്ച് അത് നമ്മുടെ തന്നെ വിശ്വാസ വർധനവിന് ആവശ്യമാണ്. ഇല്ലെങ്കിൽ എന്ത് പറ്റും? നമ്മളീ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ പോലും നമ്മൾക്കൊരു പക്ഷേ ഒരു പ്രോത്സാഹനം കുറഞ്ഞു കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു നന്ദി പറച്ചിൽ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ നിരാശരായിത്തീരും. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമല്ലത്. വിശ്വാസത്തിൻ്റെ എതിരായിട്ടുള്ളൊരു കാര്യമാണ് നിരാശ എന്ന് പറയുന്നത്. പ്രത്യാശയില്ലായ്മ എന്ന് പറയുന്നത് വിശ്വാസത്തിനെതിരാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നമുക്ക് നിരാശ തോന്നുക എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമില്ല എന്ന് തന്നെയാണ് അർത്ഥം. വിശ്വാസമില്ല എന്ന് തന്നെയാണ് അർത്ഥം. എന്തിനാ ഇപ്പം ഒരു മീറ്റിങ്ങിൽ നമ്മളുടെ പേരൊന്ന് വിട്ടുപോയി, അത് കേട്ട് എന്താ കുഴപ്പം? നമ്മൾ ഒരുപക്ഷെ അറിയാതെ വിട്ടുപോയതായിരിക്കാം, അറിഞ്ഞുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് എന്താ, നമുക്കിപ്പോൾ ഒരു നന്ദി പറഞ്ഞു വിചാരിച്ച് ഒരു മാനസിക സംതൃപ്തി കിട്ടുമെന്നുള്ളതല്ലാതെ എന്താ അതിൽ നിന്ന് കിട്ടാൻ പോകുന്നു? അപ്പോൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യം അത് ക്രിസ്തുവിലുള്ള വിശ്വാസം എന്താണെന്ന് മനസ്സിലാക്കി ചെയ്തു കൊടുക്കുന്ന കാര്യമായിട്ട് എടുക്കുമ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കുകയില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞതുപോലെ നമുക്ക് പറയാൻ കഴിയും, എനിക്ക് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഞാൻ ഉപയോഗമില്ലാത്ത ദാസനെ പോലെ പോകുന്നു. ഇത് പറയാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരികയാണ് എന്താണ്? നമുക്ക് നമ്മുടെ സമയവും നമ്മുടെ ഊർജവും നമ്മുടെ പണമൊക്കെ ഇന്നത്തേതിൽ മെച്ചപ്പെട്ട രീതിയിൽ കൂടുതൽ ഫലപ്രദമായിട്ട് നമുക്ക് ചിലവഴിക്കാൻ കഴിയും. യാതൊരു സംശയം വേണ്ട, കാര്യത്തിൽ നന്നായിട്ട് ചിലവഴിക്കാൻ കഴിയും. ഈ വിദേശ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ജർമ്മനി പോലുള്ള രാജ്യങ്ങളിൽ എന്തുകൊണ്ടാണ് അവർക്ക് ധാരാളം പണമുണ്ടായത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അവരുടെ ക്രൈസ്തവ വിശ്വാസം ശരിയായ രീതിയിൽ ജീവിച്ചു എന്നുള്ളതാണ്. അവരാരുടെയും നന്ദിക്ക് വേണ്ടിയിട്ടോ ആരുടെയും പ്രശംസയ്ക്ക് വേണ്ടിയിട്ടോ നിന്നില്ല. അതുപോലെ തന്നെ അവർ സമയവും ഊർജ്ജവും ഒന്നും പാഴാക്കാതെ പരമാവധി അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഉപയോഗിച്ചതുകൊണ്ടാണ് അവർക്ക് ഇത്രയും പുരോഗതി ഉണ്ടായത്. നമ്മൾ ഈ പ്രോജക്റ്റൊക്കെ, ഇപ്പം പ്രോജക്റ്റൊന്നും അധികം ഇല്ല. മുൻപൊക്കെ പ്രോജക്റ്റ് എഴുതി അവർ പണം തരുമായിരുന്നു, അവരുടെ ഏജൻസികളൊക്കെ എന്ന് പറഞ്ഞാൽ അവരവിടെ പണമൊക്കെ ഇങ്ങനെ സംഭരിച്ച്
കൊച്ചു കൊച്ചു പദ്ധതികളൊക്കെ ഇവിടെ ഏറ്റെടുത്ത് നടത്തുമായിരുന്നു. അപ്പോഴൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാതിരുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കൃത്യമായിട്ടുള്ള അതിൻ്റെ കറസ്പോണ്ടൻസ് എഴുത്തുകുത്തുകളൊന്നും നടത്തുകയില്ല. അതുപോലെ നമ്മൾ അതിനു വേണ്ടിയുള്ള പടങ്ങളൊന്നും കൊടുക്കുകയില്ല. അവർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയുകയില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ പ്രവർത്തനങ്ങളും എഫിഷ്യൻറ്റ് അല്ലെങ്കിൽ എഫക്റ്റീവ് ഫലവത്തല്ലാതായിത്തീരും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തിൽ ചെയ്യുവാനായിട്ട് കഴിയും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരല്പം ശ്രദ്ധ പുലർത്തുകയാണെങ്കിൽ അത് നമ്മുടെ ഈ താമസിക്കുന്ന ലോകത്തിന് തന്നെ വലിയ മാതൃകയായിട്ട് രൂപാന്തരപ്പെടും. സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. ഇന്ന് ലോകത്തിൽ പല കാര്യങ്ങൾക്കും ക്രൈസ്തവരാണ് അതിൻ്റെ മുന്നിട്ടിറങ്ങിയിട്ടുള്ളത്. നമുക്കിനിയും ചെയ്യാനായിട്ട് ഒരുപാട് മേഖലകളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നിട്ടിറങ്ങുകയും ഒരല്പം ഒരു പരമ്പരാഗതമായിട്ട് ശൈലിക്കൊക്കെ വിരുദ്ധമായിട്ട് പോകാൻ അത് തെറ്റായ രീതിയിൽ പോകണമെന്നല്ല, നേരെ മറിച്ച് അനാവശ്യമായ ശൈലിയിൽ നിന്ന് മാറിയിട്ട് അല്പം ഒന്ന് മാറിയിട്ട് പോകുവാനായിട്ട് കഴിയുക. അങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് ഈ ലോകത്തെ നന്നാക്കാൻ കഴിയുക. നമ്മൾ ഈ ലോകത്തിൻ്റെ പുളിമാവാണ്, വെളിച്ചമാണ്, മനസാക്ഷിയാണ്, ഉപ്പാണ് എന്നൊക്കെ പറയുമ്പോൾ അർത്ഥം എന്താണ്? ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ ഈ ലോകത്തെ നമ്മൾ കൂടുതൽ കൂടുതൽ സ്വർഗമയമാക്കാൻ അല്ലെങ്കിൽ സ്വർഗസമാനമാക്കാനായിട്ട് ദൈവരാജ്യമാക്കാനായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഈ ലോകത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ എപ്പോഴും ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ പോകുന്നൊരവസ്ഥയായിട്ടാണ് പറയുന്നത്. ഈ ലോകത്തെ നമ്മൾ ദൈവം ഇവിടെ വസിക്കുന്ന ഒരു സ്ഥലമാക്കി നമുക്ക് രൂപാന്തരപ്പെടുത്താൻ കഴിയണം. നമ്മൾ എന്തുമാത്രം നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ഇന്ന് വിലപിക്കുന്നു, നമ്മുടെ മക്കളെക്കുറിച്ച് വിലപിക്കുന്നു. വിലപിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ടാകും. അതുകൊണ്ട് ഈ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നും ആ പ്രവൃത്തിയുടെ അർത്ഥം അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പ്രശംസ പിടിച്ചു പറ്റാനല്ല, നന്ദി കിട്ടാൻ വേണ്ടിയിട്ടല്ല, പ്രത്യുത അത് വിശ്വാസത്തിൻ്റെ ഭാഗമായതുകൊണ്ടാണ്, യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ട കാര്യമായതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് എന്ന് വിശ്വസിക്കാൻ കഴിയുക. ആ വിശ്വാസം നമ്മുടെ ബോധ്യമായിട്ട് രൂപാന്തരപ്പെടുക. നമുക്കത് ബോധ്യപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. ഈ യുക്തി നമുക്ക് തിരിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നിരാശയുണ്ടാകുന്നത്, പ്രയാസങ്ങളുണ്ടാകുന്നത്, ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത്. ഇനി ഞാനൊന്നും ചെയ്യല, എന്നെ ആർക്കും വേണ്ട, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ആരും പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറയാൻ കാരണം അതാണ്. കാരണം കർത്താവിൻ്റെ യുക്തി മനസ്സിലാകുന്നില്ല. അല്ലേ പറയും, ഞാനൊരു മനുഷ്യനാണ്, എനിക്ക് ഇത്രയൊക്കെ പറ്റും. ശരിയാണ്, നമ്മളെല്ലാം മനുഷ്യരാണ്. പക്ഷേ ഈ ക്രൈസ്തവ വിശ്വാസം നമുക്ക് അതിനൊരു കൂടുതലായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു അഭിഷേകം കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകുവാൻ, മറ്റുള്ളവരെക്കാൾ നല്ല രീതിയിൽ പോകുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. അത് നമ്മൾ തുറന്നു കൊടുത്താൽ മതി. നമ്മളെ തന്നെ ഈ ആത്മാവിൻ്റെ പ്രവർത്തനത്തിനായിട്ട് നമ്മളെ തന്നെ ഒന്ന് തുറന്നു കൊടുത്താൽ മതി. അപ്പോൾ ആത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ വരും. നേരെ മറിച്ച് ആത്മാവ് കടക്കുന്നില്ലെങ്കിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. യൂദാസിന് സംഭവിച്ചതുപോലെ കർത്താവിൻ്റെ ശരീരം ഭക്ഷിച്ചിട്ട് അവൻ പുറത്തേക്ക് പോയി ഇരുട്ടിലേക്ക്. അവനിൽ പ്രവേശിച്ച് സാത്താനാണ്. ഈ സാത്താനാണ് പിന്നെ പ്രവർത്തിച്ചത് മുഴുവൻ. അതുകൊണ്ട് ഈ വിശ്വാസം ഫലവത്തായ രീതിയിൽ ജീവിക്കണമെങ്കിൽ നമ്മളിങ്ങനെ പ്രതിഫലേച്ഛ കൂടാതെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയാതെ, പരസ്യമൊക്കെ വേണമായിരിക്കും, പക്ഷേ അതേ സമയത്ത് നമ്മൾ ഓർക്ക് അത് കിട്ടാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോഴാണ് ഈ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ടാവുക, ആനുപാതികമായി തീരുക. അതിലൂടെ നമ്മൾ യഥാർത്ഥമായ വിശ്വാസികളായിട്ട് രൂപാന്തരപ്പെടുക. മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നത് നിങ്ങളറിയുന്നു. എന്നിട്ട് പറയുകയാണ്, റാഹാബ് എന്ന വേശ്യ ദൗത്യവാഹരെ സ്വീകരിക്കുകയും അവരെ മറ്റൊരു വഴിക്ക് പുറത്തയക്കുകയും ചെയ്ത പ്രവൃത്തികൾ മൂലമല്ലേ നീതീകരിക്കപ്പെട്ടത്? റാഹാബ് എന്ന് പറയുന്നൊരു വേശ്യയായിരുന്നു. ആ വേശ്യ പോലും അവളുടെ നല്ല പ്രവൃത്തിയിലൂടെ നീതീകരിക്കപ്പെട്ടു. വിശ്വാസമില്ലാതെ പറ്റില്ല എങ്കിൽ പോലും അതല്ല അവിടെ പറഞ്ഞു വരുന്നത്. അതായത് പ്രവൃത്തി അത്യന്താപേക്ഷിതമാണ്. അങ്ങനെയുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നീതീകരിക്കപ്പെടും. അതല്ലാതെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കണമെന്നില്ല. ഇന്നത്തെ ലോകത്തിൽ നിർഭാഗ്യവശാൽ, പക്ഷേ മുൻപത്തെ ലോകത്തിൽ നമ്മളിപ്പോൾ ജീവിക്കുന്നുണ്ട്, ഇപ്പോഴത്തെ ലോകത്തെക്കുറിച്ച് അറിഞ്ഞുകൂടും. എന്തോരം തീർത്ഥാടനങ്ങൾ, എന്തോരം മതപരമായ ചടങ്ങുകളൊക്കെ നടക്കുന്നു. പക്ഷേ ഇത് കേവലം ഒരു സാമൂഹ്യമായിട്ട് ചടങ്ങായിട്ട് അവശേഷിച്ച് പോയോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം അവിടെ പ്രവൃത്തികളില്ലാതാകുന്നു. ഇതിലൂടെ എല്ലാം നമ്മൾ ചിന്തിക്കുന്നത്
എനിക്ക് എൻജോയ് ചെയ്യാനായിട്ട് എന്ത് കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഇതെല്ലാം ചെയ്യുന്ന ഒരു 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 പ്രതിഭാസമായിട്ട് പ്രക്രിയയായിട്ട് മാറുകയാണ്. അങ്ങനെ മാറിയതുകൊണ്ട് പ്രയോജനമില്ല. അത് വിശ്വാസമല്ല, ക്രൈസ്തവ വിശ്വാസമല്ല. പ്രിയമുള്ളവർ, നമുക്ക് യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസവും പ്രവൃത്തിയും കൂടിച്ചേർന്നതാണെന്നും അതുപോലെ ആ പ്രവൃത്തികൾ നമ്മുടെ ബഹുമതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് വിശ്വസിക്കാതിരിക്കാം. അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യമാണ് എന്ന ചിന്തയോടുകൂടി നമുക്ക് ഈ ക്രൈസ്തവ വിശ്വാസം ജീവിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. കാരുണ്യവാനായ കർത്താവേ, വിശ്വാസമുണ്ട് എന്ന് പറയുകയും അത് ഞങ്ങളുടെ പ്രവൃത്തിയിലൂടെ കാണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആ വിശ്വാസം നിർജീവമാണ് എന്ന് നീ തന്നെ ഞങ്ങളെ ബോധിപ്പിക്കുന്നുവല്ലോ. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസം സജീവമായി ജീവിക്കുവാനായിട്ട് അത് പ്രവൃത്തിയിലൂടെ ഞങ്ങളുടെ പിതാവായ അബ്രാഹത്തെ പോലെ, റാഹാബിനെ പോലെ അത് ജീവിക്കുവാനായിട്ട്, അങ്ങനെ നിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് യോഗ്യത നേടുവാനായിട്ട്, അങ്ങനെ ഞങ്ങൾ ഈ ലോകത്തിൽ സ്വർഗം സ്ഥാപിക്കുന്നവരാകുവാനായിട്ട് കൃപയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയുമെല്ലാം ആ രീതിയിൽ ഒരുക്കണമേ. അവസാനം ഞങ്ങൾ നീ ഏൽപ്പിച്ച കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഉപയോഗമില്ലാത്ത ദാസനായ ഞാനിതാ പോകുന്നു, ദാസിയായ ഞാനിതാ പോകുന്നു എന്ന് പറയുവാനുള്ള മനസ്സാന്നിധ്യവും കഴിവുമെല്ലാം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും.